എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ആദ്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. നിങ്ങൾ കമന്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ വലിച്ചു നീട്ടാൻ കാര്യത്തിലൂടെ കിടക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ ഡ്രസ്സിംഗ് ആണ്. നമ്മുടെ ബിഗ് ബോസിന്റെ ഡ്രസ്സിംഗ് കോഡാണ് എനിക്ക് ചിരി വന്നത് കണ്ടപ്പോൾ തന്നെ. കുറെ തൊപ്പിയും ഇറക്കി വെച്ചിട്ട് മറ്റേ നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈ സർക്കസ് കൊട്ടാരത്തിലൊക്കെ ആൾക്കാർ പിരിച്ചുവിടുമ്പോഴുള്ള ഡ്രസ്സ് ഉണ്ടല്ലേ, സർക്കസിനൊക്കെ പോകുന്ന ആൾക്കാരുടെ ആ ഡ്രസ്സ് കണ്ടപ്പോഴാണ് എനിക്ക് കോമഡി ആയത്. കോമഡി പുള്ളിക്കാരൻ മറ്റേ നമ്മുടെ സാബു കയറി വരുന്ന സമയത്ത് ഭയങ്കര ചിരി വന്നു. സാബു കയറി വന്നപ്പോഴത്തേക്കും സാബു എന്ന് ചോദിച്ചാൽ എന്ത് സ്കൂൾ യൂണിഫോമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെയും മുമ്പത്തെ പ്രാവശ്യത്തെ എല്ലാ സീസണിലും ഇപ്പം ഈ ഒരു ഹോട്ടലിന്റെ ടാസ്ക് ഇടാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് കോഡി തന്നെ കോമഡി. ഒരുമാതിരി വളവള പോലത്തെ ഒരു ഉടുപ്പും ഒരു തൊപ്പിയും സായി പിടിച്ചൊക്കെ റോബോട്ടാക്കി വെച്ചേക്കുന്നത്. റോബോട്ടിന്റെ ആവശ്യമൊക്കെ 5 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് 5 സ്റ്റാർ നിലവാരം പോലും കാണിക്കുന്നില്ല അവിടുത്തെ ആൾക്കാർ. ഇന്നലത്തെ അടി കണ്ടില്ലേ? പ്രാങ്ക് ആണെങ്കിൽ പോലും ഈ പ്രാങ്ക് ആണെന്ന് അറിയാതെ ചുമ്മാ ഇപ്പൊ ടാസ്ക് ആണ്, ഇപ്പൊ ഇത്രയും വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ബോധം പോലും ഇവിടെ സായിക്കും ഇല്ല, മറ്റുള്ള ടീമിനും ഇല്ല. സായല്ല മറ്റേ ഋഷിക്കും ഇല്ല, മറ്റു ടീമിനും ഇല്ല. ഇപ്പം നമ്മളെ സാബു പറഞ്ഞു വെച്ചാൽ ഒരു പ്രാങ്ക് ചെയ്യണം. അതായത് ഒരു ടീമിന്റെ അപ്സര ടീമിനോട് പറഞ്ഞ പ്രാങ്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ സമ്മതിച്ചു. അത് ഗസ്റ്റിന്റെ ഒക്കെ ഒരു ഇതാണല്ലോ. പക്ഷെ നമ്മുടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഹോട്ടലിന്റെ മെയിൻ ആൾക്കാർ തന്നെയാണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. മുതലാളിമാർ തന്നെയാണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ വഴക്കുണ്ടാകുമ്പോൾ. അല്ലെങ്കിൽ അത് സൗമ്യമായിട്ട് പരിഹരിച്ച് മാറ്റാനുള്ള ഒരു തന്ത്രം ചെയ്യാനുള്ള ആൾക്കാർ തന്നെയാണ് വലിയ ഊതിപ്പെരിപ്പിച്ച് വലിയ വിഷയം ഉണ്ടാക്കിയത്. നോറേനെ ഇറിറ്റേറ്റ് ചെയ്യാനും നോറേനെ പ്രൊവോക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പ്രാങ്ക് കൊണ്ട് ഉദ്ദേശിച്ചത്, നോറേനെ ടാർഗറ്റ് ചെയ്തിട്ട്. അതിൽ ഏറ്റവും പിടിച്ചത് മൊത്തം ഋഷിയാണ്. ഋഷിക്ക് എങ്ങനെയെങ്കിലും സ്ക്രീൻ പ്രസൻസ് വേണം. നോറ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്, ഋഷി കിടന്ന് തകർക്കട്. ഋഷി കിടന്ന് എന്റെ അഭിനയത്തെ പറ്റി പറയരുത്, എന്റെ അഭിനയം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഇതൊരു ഹോട്ടൽ ടാസ്ക് അല്ലേ, അപ്പൊ ഈ ഹോട്ടൽ ടാസ്കിൽ എങ്ങനെയാണ് ഈ അഭിനയത്തിന്റെ കാര്യമൊക്കെ വരുന്നത് എനിക്കറിയില്ല. ഇതിന്റെ പ്രവേശം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട്. പിന്നെ അതിനുശേഷം അവർ മിണ്ടിയിട്ടൊന്നുമില്ല. പ്രാങ്ക് ആണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞതുമില്ല. സാബുവാണ് അത് പറയാന്ന് പറഞ്ഞത്, പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. അന്ന് പാടെ ചോദിക്കുകയാണ് HR റിസപ്ഷൻ എന്താ കാര്യം. ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ HR എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്ത് നിൽക്കും, റിസപ്ഷനിൽ ഉണ്ടാവും. റിസപ്ഷൻ എന്ന് പറയുമ്പോഴത്തെ അകത്തും കയറാൻ, അത് കാരണം അവിടുത്തെ ഒരു ഓൾറൗണ്ടർ ആയിരിക്കും HR എന്ന് പറയുന്നത്. അപ്പോൾ HR എന്താ അവിടെ വരാൻ പാടില്ലേ? ഈ ഹോട്ടലിൽ ഇത്രയും താമസിക്കുന്ന ഒരാളാണ് ഈ സാബു എന്ന് പറഞ്ഞ വ്യക്തി. ഈ എങ്ങനെ ബോധം പൊക്കണമെന്നില്ലെന്ന് തോന്നുന്നു. ഒരു HR അവിടെ വരാം, HR റിസപ്ഷനകത്ത് കയറാം, എല്ലാ സ്ഥലത്തും പോവാം എന്നൊക്കെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെയാണ് ബിഗ് ബോസ്. എന്നിട്ട് നമ്മളെ സാബുവിന് അങ്ങ് പൊക്കി അടിക്കുകയാണ്. ഇത്ര ഫിലിം എല്ലാവരും കേൾക്കാനാണെന്ന് തോന്നുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞ പൊക്കി വെക്കുകയാണ്. സാബു തമിഴില് മറ്റവിടെ അഭിനയിച്ചു, ഈ പടത്തിൽ അഭിനയിച്ചു, ഈ പടത്തിൽ അഭിനയിച്ചു. സാബു ഇത് കേട്ടിട്ട് രോമാഞ്ച പുള്ളക്കതനായിരിക്കുകയാണ്. സാബു അപ്സര എന്നിട്ട് പറയുന്നത്, സാർ ഇവിടെ സ്പാ ഉണ്ട്, പിന്നെ ഡാൻസ് ഉണ്ട്, പാട്ട് ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ സാബു എനിക്ക് ഇന്ന ഈ റൂമോ എല്ലാവരും പെട്ടിങ്ങളൊക്കെ എടുത്ത് വെളി ഇറങ്ങിക്കോളാം. അപ്പൊ ആ സമയത്ത് നമ്മുടെ അപ്സരയുടെ ഒക്കെ മോന്ത കാണുന്നത് ഫേസ് ചമ്മി നാറിയ നിലയിലായിരുന്നു. സേഫ് ഗെയിം കളിക്കാൻ വേണ്ടി നോക്കിയാണ് അവിടെ കണ്ടാ കൂടുതലും. എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുറത്ത് എന്ത് സംഭവിക്കും, പുറത്ത് എന്നെ പറ്റി എന്ത് വിചാരിക്കും, പുറത്ത് ഞാൻ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ പുറത്ത് ഞാൻ പോസിറ്റീവ് ആണോ എന്ന് ചിന്തിക്കാതെ കളിക്കുന്നത് നമ്മുടെ ജിൻഡോ, ജാസ്മിൻ, ഗബ്രി, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമാണ് ഈ പുറത്ത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാതെ അവിടെ ഗെയിം കളിച്ചു പോകുന്ന ആൾക്കാർ. ബാക്കിയുള്ള എല്ലാവർക്കും നോറയൊക്കെ ഉള്ള എല്ലാവരും കണക്ക് തന്നെയാണ്. അവർ പുറത്ത് എന്ത് ചിന്തിക്കും, പുറത്ത് എനിക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. ഈ ബിഗ് ബോസ് വീടിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിന്ത വെക്കാനേ പാടില്ല. നമ്മൾ അവിടെ കളിക്കുക, പുറത്ത് എന്തോ ആയിക്കോട്ടെ, പുറത്ത് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും എന്നുള്ള ഒരു ഇത് ഉറപ്പുണ്ടായിട്ടല്ലേ അകത്ത് കയറിയത്. പിന്നെ അവിടെ അകത്ത് കയറിയിട്ട് ഒരു വീണ്ടും ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ഇങ്ങനെ നെഗറ്റീവ് ആവോ പോസിറ്റീവ് ആവോ എന്ന് പറയുമ്പോൾ അത് കളിയെ ബാധിക്കുമ്പോഴത്തേക്ക് സൈഡായി പോകും. സൈഡാകുമ്പോൾ ആൾക്കാർ വെച്ച് പുറത്താകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.